നിങ്ങൾ ഈ കാണുന്ന ബ്രേസ്ലെറ്റുകളും ഹെയർ ബാൻഡുകളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഈ മരത്തെ ചരിത്രം വിശേഷിപ്പിച്ചത് കില്ലിംഗ് ട്രീ എന്നാണ്. 10,000-കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാല് വാരി ഈ മരത്തിലടിച്ചാണ് കൊന്നിട്ടുള്ളത്. നാളെ പകരം ചോദിക്കാൻ ഒരുത്തനും ഈ ഭൂമിയിൽ ഉണ്ടാവരുത് എന്ന ഉദ്ദേശത്തോടെ. ഇതുപോലെയുള്ള ചതുപ്പുകളിൽ നിന്നും പറമ്പുകളിൽ നിന്നും 13 ലക്ഷത്തോളം മനുഷ്യരുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഇന്നും ഓരോ മഴ പെയ്യുമ്പോഴും വസ്ത്രങ്ങളും എല്ലുകളും ചെരുപ്പുകളും എല്ലാം പൊന്തി വരുന്നത് സർവ്വസാധാരണമാണ് ഇവിടെ. കംബോഡിയയുടെ വിവിധ ഭാഗങ്ങളിലായി പരന്നു കിടക്കുന്ന ഇത്തരത്തിലുള്ള ചതുപ്പുകളും പറമ്പുകളും പിന്നീട് കില്ലിംഗ് ഫീൽഡ്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇവയിൽ സുപ്രധാനമാണ് കംബോഡിയയുടെ തലസ്ഥാനമായ ഫ്നോം പെന്നിൽ സ്ഥിതി ചെയ്യുന്ന ചോങ് ഏക് കില്ലിംഗ് ഫീൽഡ്. 1975 കംബോഡിയ കീഴടക്കിയ ഖമേർ റൂഷ് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയത് ഇവിടെയാണ്. ഖമേർ റൂഷ് പല സ്ഥലങ്ങളിലായി തടവിലാക്കിയ മനുഷ്യരെ ഇവിടെ കൊണ്ടുവന്നത് കൃഷി ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞാണ്. മുഴുപട്ടിണിയിൽ വളരെ മോശം സാഹചര്യത്തിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് പ്രതീക്ഷയുടെ ഒരു നാളമായിരുന്നു ഈ റിക്രൂട്ട്മെന്റ്. തങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള ഊഴവും കാത്ത് പ്രാർത്ഥനകളോടെ അവർ വിവിധ ക്യാമ്പുകളിലായി തങ്ങി. തെരഞ്ഞെടുത്തവരെ അതിപ്രാകൃതമായി കത്തിയും കഠാരയും മഴുവും വെച്ച് കൊന്നു. തോക്കുകൾ ധാരാളം കൈവശമുണ്ടെങ്കിലും വെടിയുണ്ടകൾ അവർ ഉപയോഗിച്ചില്ല. ഇഞ്ചിഞ്ചായി മനുഷ്യനെ ദ്രോഹിച്ചു കൊല്ലുന്നത് അവർക്കൊരു ഹരമായി മാറി. വേദനയാൽ പുളയുന്ന ഇവരുടെ നിലവിളികൾ ക്യാമ്പിൽ ഇതൊന്നും അറിയാതെ കഴിയുന്നവർ കേൾക്കാതിരിക്കാനായി ഈ മരത്തിൽ ഉച്ചഭാഷിണികൾ കെട്ടിത്തൂക്കി. ഉച്ചഭാഷിണികളിൽ നിന്ന് ഉയർന്ന ദേശഭക്തി ഗാനങ്ങൾ ആ നിലവിളികളെ ഇല്ലാതാക്കി. 1979 ഖമേർ റൂഷിനെ വിയറ്റ്നാം പട്ടാളക്കാർ കീഴടക്കിയപ്പോൾ ഈ സ്ഥലം ഒരു സ്മാരകമായി പ്രഖ്യാപിച്ചു. ഇന്ന് ഇവിടെ പല ഭാഗങ്ങളിലായി ഇതുപോലെ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് അവരുടെ ബന്ധുക്കൾ ഇങ്ങനെ ഭക്ഷണവും വെള്ളവും വെച്ചിട്ട് പോകുന്ന പതിവുണ്ട്. കില്ലിംഗ് ഫീൽഡിന്റെ ഒത്ത നടുക്ക് ഇതുപോലൊരു സ്തൂപമുണ്ട്. ഇതിനകത്ത് നിറയെ മരിച്ചവരുടെ തലയോട്ടികളും മറ്റ് അവശിഷ്ടങ്ങളുമാണ്. 1988 കംബോഡിയൻ ബുദ്ധമത വിശ്വാസ പ്രകാരം സ്ഥാപിച്ച ഈ സ്തൂപത്തിന് മുന്നിൽ പുഷ്പങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരെ കാണാൻ സാധിക്കും. മുറിവുകൾ മെല്ലെ ആറി തുടങ്ങിയെങ്കിലും തങ്ങൾ കടന്നുപോയ ഇരുണ്ട കാലഘട്ടം കംബോഡിയ മുഴുവനായി മറന്നിട്ടില്ല. അതിവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും.